അല്ല, പുറത്താക്കേണ്ടത് ആരാണ്? താങ്കൾ ചോദിച്ചത് നിയമസഭാ നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യമാണെങ്കിൽ അതിപ്പോ എത്തിക്സ് കമ്മിറ്റി ആണല്ലോ അക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത്. സ്പീക്കർ ഇന്നലെ പറയുകയും ചെയ്തു, എത്തിക്സ് കമ്മിറ്റിയിലേക്ക് അത് പോകുന്നുണ്ട്. പിന്നെ അതിന് നിയമപരമായ ഇംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ലീഗൽ ഒപ്പീനിയൻ എടുക്കുന്നുമുണ്ട് നിയമസഭാ സ്പീക്കർ. അതതിന്റെ വഴിക്ക് നടക്കും. അത് സ്വാഭാവികമായിട്ടും താമസം എടുക്കുകയും ചെയ്യും. പിന്നെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമൊന്നും അല്ലല്ലോ. പക്ഷെ രാഷ്ട്രീയമായിട്ട് ഇതിലെന്ത് അതിനായി തീരുമാനം എടുക്കണം എന്നുള്ള ചോദ്യം ഉയരുമ്പോഴേക്ക് കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ അയാളെ പുറത്താക്കി, ഇനി അയാളുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് എന്തൊരു അഴകുഴമ്പൻ നയമാണെന്ന് ആലോചിക്കൂ. ഇയാള് കോൺഗ്രസ് ടിക്കറ്റിലാണ് ജയിച്ചത്. കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച എം എൽ എമാർ എന്ന ജനാധിപത്യ ശ്രീകോവിലാണല്ലോ നിയമസഭയിൽ നമ്മൾ പറയുന്നത്. അതിന് തന്നെ ആകെപ്പാടെ പിന്നെ ഗുരുതരമായ ഈ മൂല്യശോഷണവും നാണക്കേടും വരുത്തുന്ന നിലയിൽ സ്വന്തം MLA ആയിരുന്ന ഒരുത്തൻ പെരുമാറണം. അയാളോട് മറുത്തൊരു വാക്ക് പറയാൻ, നിങ്ങൾ രാജിവെച്ച് ഇറങ്ങി പോകണമെന്ന് പറയാൻ ഇയാളുടെയും നാക്കൽ കെട്ടെന്ന് വിട്ടിട്ടില്ലല്ലോ ആരും. അത് പറയണ്ടേ? ഞങ്ങൾ പുറത്താക്കിയതാണ്, പക്ഷെ അയാൾ ഇപ്പോഴും MLA ആയിട്ട് തുടർന്നു. എങ്കിലും അയാൾ രാജിവെച്ച് പുറത്തു പോകുന്നതാണ് ഏറ്റവും ശരിയായ കാര്യം എന്നുള്ള കാര്യത്തിൽ പാർട്ടിക്ക് യാതൊരു സംശയവുമില്ല എന്ന് പറയാൻ ഒരു കോൺഗ്രസ്സുകാരനും തയ്യാറാവുന്നില്ലല്ലോ. എന്തിനാ ഒരു യൂത്ത് വിഭാഗം തയ്യാറാവുന്നുണ്ടോ? അപ്പൊ അതെന്താണ്? അത് അർത്ഥമാക്കുന്നത് എന്താണ്? ഇയാളെ പുറത്തുനിന്ന് കൊടുക്കാവുന്ന എത്രത്തോളം പിന്നെ പരിരക്ഷ കൊടുക്കാമോ അത്രത്തോളം പുറത്തുനിന്ന് പരിരക്ഷ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയമായി കോൺഗ്രസ് കാണിക്കുന്നത്. കോൺഗ്രസ് മാത്രമല്ല, UDF-ലുള്ള ഒരു കക്ഷി പോലും അക്കാര്യത്തിലൊരു പ്രതികരണം നടത്തുന്നില്ലല്ലോ. ഇയാൾ മാറണം, പുറത്താകണം, ഇയാളെ പുറത്താക്കാനില്ല, ഇയാൾ രാജിവെച്ച് പുറത്തു പോകണമെന്ന് പറയാൻ ഏതെങ്കിലും UDF ഘടകകക്ഷി തയ്യാറാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതെല്ലാം ആസൂത്രിതമായ നീക്കം തന്നെയാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് താങ്കൾ പറഞ്ഞ പോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും ഈ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഒരു MLA ആണ് രാഹുൽ. അങ്ങനെ ആവുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്നതല്ല. ഇനി സ്വയം ഒഴിഞ്ഞു മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണോ കോൺഗ്രസ് ഇനി സംരക്ഷിക്കുന്നത്? ഇല്ലല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അധമ MLA ഒരു കാരണവശാലും രാജിവെച്ച് ഒഴിയില്ല, സ്വമേധയാ. അത്രമേൽ പ്രഷർ അയാളുടെ സ്വന്തം മുന്നണിയിൽ നിന്നുണ്ടായാൽ മാത്രം അയാൾ രാജിവെക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഇയാളുടെ അനുകൂലികൾ അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലികൾ പ്രചരിപ്പിക്കുന്നത് രാഹുലിനെ കൂടുതൽ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ വിമർശിക്കുന്തോറും സ്ത്രീകൾക്കിടയിൽ അയാൾക്കുള്ള ആനുകൂല്യം, അയാളോടുള്ള അനുകൂല നിലപാട് വർദ്ധിക്കുകയാണ് എന്നാണ് ഞാൻ വായിച്ചത് പല UDF ഹാൻഡിലുകളിലും. അതാണ് ഇപ്പോഴും നിലപാട്. വിമർശിക്കുന്നതോറും ഇയാൾക്ക് സ്ത്രീകൾക്കിടയിൽ ഇയാളെ പറ്റിയുള്ള മതിപ്പ് കൂടുകയാണ്. അത്രേ എന്തൊരു സാമൂഹ്യ ബോധമാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നതെന്നുള്ള ആലോചിച്ച് നോക്കൂ. ഇത്രമേൽ അധപ്പതിച്ചൊരു MLA, സ്ത്രീകൾക്കെതിരെ ഇത്രമേൽ അതിക്രമങ്ങൾ, ക്രൂര പീഡനം നടത്തുന്ന ഒരു MLA നമ്മുടെ ഇവിടെ നിന്നല്ല, ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല ഇത്രയും കാലമായിട്ടും. അത്തരം ഒരുത്തനെ ഇനിയും സ്ത്രീ സമൂഹം തന്നെ പരിരക്ഷിക്കുന്നു അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നു, അയാൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇവരുടെയൊക്കെ സാംസ്കാരിക നിലവാരം എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഈ തിരഞ്ഞെടുപ്പ് കാലമൊക്കെ ആകുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ പല പാർട്ടിയെ സംബന്ധിച്ചൊക്കെ വരാറുണ്ട്. പക്ഷെ അങ്ങനെ പോലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് ഈ താങ്കൾ പറഞ്ഞതുപോലെ സ്ത്രീകളോട് വളരെ മോശമായ രീതിയിലോ അതോ ഒരു സ്ത്രീയോടോ 2 സ്ത്രീയോടോ ഒന്നുമല്ല. ഇപ്പോൾ നിലവിലിപ്പോൾ 3 പരാതിയെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാലക്കാട് പോലൊരു സ്ഥലത്തെ ഒരു MLA എന്ന് പറയുമ്പോൾ അത് ഇനിയും എന്തിനീ കടിച്ചു തൂങ്ങി കിടക്കണം എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അല്ല, ഇയാൾക്കെതിരെ എനിക്ക് തന്നെ അറിയാവുന്ന 12 പരാതികളുണ്ട്. അതിൽ 3 എണ്ണമേ ആയിട്ടുള്ളൂ. ഇനി 9 എണ്ണം വരാൻ കിടക്കുകയാണേ. എനിക്ക് വ്യക്തമായ അറിവുള്ളതാണ് 12 പരാതികൾ. അതിൽ 3 എണ്ണമേ ആയിട്ടുള്ളൂ. ഇനിയുമുണ്ട് ഗുരുതരമായ സാഹചര്യത്തിലും അവസ്ഥയിലുമുള്ള സ്ത്രീകൾ ഉന്നയിക്കാൻ ഇനിയിപ്പോൾ രേഖാമൂലം ഉന്നയിക്കാൻ പോകുന്ന പരാതികൾ. പക്ഷേ മറ്റു ചിലർ പറയുന്ന അതല്ല, രാഷ്ട്രീയ നേതാക്കൾ തന്നെ പറയുന്നത് 20ഓളം പരാതികളുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് നേരിട്ട് അറിവുള്ളത് 12 പരാതികളുണ്ട്. അതിൽ 3 എണ്ണമേ ആയിട്ടുള്ളൂ. ഇനി 9 എണ്ണം വരും ദിവസങ്ങളിൽ പുറത്തു വരിക തന്നെ ചെയ്യും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.